ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇതാക്കണ എല്ലാവരും കൂടെ കമ്പളക്കാട് വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു യാത്രയാണെന്ന്. അപ്പോൾ കമ്പളക്കാട് ആരാന്ന് വെച്ചാൽ ഇവിടെ സെലിൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് അവരിങ്ങനെ വിളിക്കണേ. പിന്നെ നമ്മൾ പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ലീവൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇതാക്കണം അങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ ഉമ്മ നബിദിനത്തിന് വന്നതായിരുന്നു, അപ്പോൾ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ ഉമ്മാനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവാം. ഉമ്മ അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ ഇതാക്കണം നമ്മൾ അത്തം കണ്ടിട്ടോ. അപ്പോൾ നല്ല ഭംഗി, വലിയ അത്താണ് കേട്ടോ. റോട്ടുമലാണ് കേട്ടോ അത്. റോട്ടുമല എന്ന് പറഞ്ഞാൽ കടൻ്റെ മുന്നിലാണ്. റോട്ടുമ്മ കൂടെ പോകുമ്പോൾ ശരിക്കും കാണാം കേട്ടോ. അപ്പോൾ വലിയ അത്തായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പിന്നെ സ്കൂൾ പൂട്ടിയ ആ സമയത്ത് എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇടാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. കുറേ ബെൻഡിങ്ങിലുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് ഇത് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ബേക്കറി വാങ്ങേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ബേക്കറി കട ഉണ്ടാക്കുമ്പോൾ അവിടെ നിർത്തി കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിട്ടോ. പിന്നെ ഉമ്മാനെ എന്താക്കി വീട്ടിൽ കൊണ്ടാക്കി കണ്ട് പിന്നെ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തലേന്ന് വരെ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ കയറി കണ്ട് എന്താക്കി പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങിട്ടോ. അങ്ങനെ പിന്നെ അതും വാങ്ങിയാണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ വർത്താനം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കമ്പളക്കാടും കഴിഞ്ഞ് അവളെ വീട്ടിൽ എത്തിട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ കാത്ത് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ രാവിലെ വരുന്നുള്ള ഒരു ഉദ്ദേശത്തിലാട്ടോ അങ്ങനെ നിന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. പിന്നെ ഇതാക്കണം അവിടെ നല്ല പള്ളിയിൽ നേരത്തെ ചോറുണ്ടായിരുന്നു. അങ്ങനെ അത് പൈസയിൽ പോയി കണ്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി ചോറ് ഇട്ടോ. നല്ല നെയ്ച്ചോറും നല്ല ബീഫ് കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ തിന്ന് അങ്ങനെ വരുന്നുണ്ടാക്കി അവിടെ നിന്ന് അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ പറഞ്ഞ് എല്ലാവരും നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എവിടേക്കെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എവിടെ പോകും എന്നുള്ളതിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂര്യകാന്തിൻ്റെ പൂവുണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറയും. ഞാനിന്നത് ഇതുവരെ കണ്ടിട്ട് തന്നെ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോകണത് നമ്മൾ പിന്നെ പൈസലിൻ്റെ വണ്ടിയിലാട്ടോ. അവനാണെങ്കിൽ ഇന്ന് ലീവായിരുന്നു കേട്ടോ. കാരണം ഓല അവിടെ നിന്ന് നബിദിനമായിരുന്നു. അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞോളാണെങ്കിൽ മാറ്റി ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾ പിന്നെ കണ്ണൂരിലേക്കാണ് പോകണതെന്നും പറഞ്ഞുകൊണ്ട് അവൾ നല്ല മാറ്റി ഒരുങ്ങി കുട്ടികളെ കുറേ ഡ്രസ്സും പാക്ക് ചെയ്ത്. കാരണം രണ്ട് ചെറിയ മക്കളും അല്ലേ. അപ്പോൾ അവരിതൊക്കെ പാക്കാക്കിയൊക്കെ പോന്നിക്കാൻ കേട്ടോ. എവിടെയെങ്കിലൊക്കെ ഇറങ്ങിയ മക്കൾ പിന്നെ ചളിയൊക്കെ ചെയ്താലൊക്കെ മാറ്റി കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. അപ്പോഴാണ് റൂട്ട് മാറിയപ്പോൾ അവൾ പറയുന്നത് എങ്ങോട്ടാണ് നമ്മൾ പോകണതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് പറഞ്ഞത് നമ്മൾ പിന്നെ ഗുണ്ടൽപേട്ടക്കാണ് പോണത്. അതായത് സൂര്യകാന്തിൻ്റെ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ഇപ്പോൾ പോകണുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവർക്കും നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാമെന്നുള്ള. അങ്ങനെ കുറേ അങ്ങോട്ട് എത്തിയപ്പോഴാണ് പറയുന്നത് അത് പൈസയിൽ പറഞ്ഞാൽ ഇപ്പോൾ അത് അവിടെ ഉണ്ടാകുമോ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ പോയത് വെറുതെ ആകുമോ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ. കാരണം അതിൻ്റെ സീസൺ കഴിഞ്ഞോ എന്നറിയില്ല. പിന്നെ അത് വെട്ടിയിട്ടിക്കണമെന്നൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ നമുക്ക്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്താക്കിയെന്നാൽ ശരി പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് അങ്ങനെ വണ്ടിക്ക് കാറ്റടിക്കണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കണ്ട് നമ്മളങ്ങനെ റൂട്ട് മാറ്റി പിടിച്ചിട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് അത് നടന്നില്ല. പിന്നെ എന്ത് ചെയ്താലും ഇറങ്ങിയില്ല. അപ്പോഴാണ് പറഞ്ഞത് പിന്നെ കാക്ക പറഞ്ഞു പുൽപ്പള്ളി പോകാം നമുക്ക്, അവിടെ നല്ലൊരു പിന്നെ പുഴയൊക്കെ ഉണ്ട്. നരന് സിനിമ ഷൂട്ട് ചെയ്തതാണ് തോന്നുന്നത്, അത് അവിടെയാണ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ശരി നമുക്ക് അങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മളെന്താക്കി മാപ്പിലൊക്കെ നോക്കിക്കണ്ട് നമ്മളങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നിട്ട് അങ്ങനെ ഇതായി നല്ല കാട് പിടിച്ച ഒരു പ്രദേശമാണ് കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ കാടിനുള്ളിൽ കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വൈബില്ല. പക്ഷെ ഞങ്ങൾ ഒരു മാനിനെയും പുല്ലിനെയും അങ്ങനത്തെ ഒന്നും കണ്ടില്ല കേട്ടോ. കാരണം അവിടെ കുറച്ച് നേരം നിർത്തിയപ്പോൾ വരായിരുന്നു ഇവിടെ എന്തോ കരടി ഉണ്ട്, നിങ്ങൾ വേഗം പോയിക്കോളി ഇവിടെ നിർത്തണ്ട എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ പുൽപ്പള്ളി അവിടെ പുഴൻ്റെ കടവിൽ എത്തിട്ടോ. പിന്നെ ഇവിടേക്ക് വേറെന്തോ ഒരു പേര് പറയും, മറന്നു പോയതിപ്പോൾ. അങ്ങനെ കുറേ ദിവസമായാലും ഇപ്പോൾ ഇത് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ടിപ്പോൾ ആ ഒരു പേരൊന്നും ഇപ്പോൾ നമുക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെന്താക്കി തോണി കയറണമെങ്കിൽ എത്ര രൂപയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് കണ്ടെന്തൊക്കെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് തോണിയിൽ കയറിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്താ അറിയില്ല, എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒരുപാട് വെള്ളം കാണുന്നതും. ഞാൻ തോട്ടിൽ തന്നെ നമ്മൾ കുറച്ച് കലങ്ങിയ വെള്ളം കാര്യങ്ങൾ കണ്ട് ഞാൻ അവർ വയ്ക്കാൻ പോകില്ല കേട്ടോ. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര പേടിയായിട്ട്. പിന്നെ എല്ലാവരും ധൈര്യം തന്നിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ ഞാനിതിലേക്കൊന്ന് കയറിയത് കേട്ടോ. അല്ലാതെ നിങ്ങൾ പോയിക്കോളി ഞാൻ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനവിടെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞേ എല്ലാവരും ഉണ്ടല്ലോ അതൊന്നും പ്രശ്നമില്ല വാ എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ കയറിയത് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു തോണി ഇതാക്കണ ആളോട് ഞാൻ ചോദിച്ചു പിന്നെ അത് എത്ര അടിയാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. കാരണം അത് ഭയങ്കര കലങ്ങിയ വെള്ളമായിരുന്നു കേട്ടോ.
അപ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ അവർ 30 അടിയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല കുറേ കണ്ട് എത്തിയപ്പോൾ നല്ലൊരു വൈബ് കേട്ടോ. കാരണം ആ ഒരു പേടിയൊക്കെ ഉണ്ട് പോയിട്ടോ. കാരണം കുറച്ച് കണ്ട് എത്തിയപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ ഇത് മഴ ആയതുകൊണ്ടാണ് അങ്ങനെ കലക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേനലാകുമ്പോൾ കുറച്ച് വെള്ളം കുറയുമെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സൂര്യന് ഇങ്ങനെ പോണ പോക്കുള്ള ആ ഒരു സമയമായിരുന്നു കേട്ടോ. നമ്മൾ പോയിട്ടുണ്ട് വൈകുന്നേരമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും സത്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് വരുന്നോ അല്ലെങ്കിൽ ഇവിടെ അത് കാണുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയത് കേട്ടോ. അപ്പോൾ അവർ തോണി ഇതാക്കുന്ന ആൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മിന്നൽ മുരളി ഷൂട്ടിങ് ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തത്. ഇതിൻ്റെ അക്കരെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ കള്ളോടിൻ്റെ അവർ ഇതാണ് അവിടെ കുടിയന്മാർ നല്ലോണം ഉണ്ട് അവിടെ അവർ ഏരിയയാണ്. അതിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നടുക്ക എത്തിയപ്പോഴാണ് അവർ ചോദിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ടായിട്ട് ഞങ്ങൾ എന്താക്കി അങ്ങനെ തിരിച്ച് പിന്നെ ഇവിടെ വന്ന് അക്കരെ നമ്മളിവിടെ എത്തിട്ടോ. അങ്ങനെ പിന്നെ അതിന് ഇറങ്ങി നല്ലൊരു രസമായിട്ട് തോന്നാം. അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ നല്ലൊരു എന്താ പറയുക പറയാനറിയാത്തൊക്കെ ഒരു സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ ഇവിടെ നിന്ന് പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എസ് ബേബിനെ അങ്ങനെ എടുത്തിൻ്റെ റിച്ചുമോനെ നമ്മളൊരാൾ അങ്ങനെ കൈ പിടിച്ചിട്ടില്ലാണ്ട് നടത്താൻ പറ്റില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് നടക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ എസന്നെ എടുത്തോട്ടോ. അപ്പോൾ ഓളപ്പം അങ്ങനെ എന്താക്കി പിന്നെ ഓളെ പിടിച്ചങ്ങാണ്ട് അങ്ങനെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ തോണിയിലൊക്കെ കയറിയതൊക്കെ നല്ല തന്നെ പുഴയാണ്, നല്ല വലിയ പുഴയാണ്. അതൊക്കെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അങ്ങാടി എന്ന് പറഞ്ഞാൽ വലിയ അങ്ങാടി നല്ല ചെറിയൊരു അങ്ങാടി തന്നെയാണ്. അതായത് 2 കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി കടകളൊക്കെ പൂട്ടിക്കിടക്കുകയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണണമെന്നില്ല. പിന്നെ എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ പുഴയെന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം കയറിയിട്ടാണ് ഇവിടെ ഇങ്ങനെ, അതൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഓരോന്നിങ്ങനെ ഓരോരുത്തരിങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറയാനിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ എന്താ യസുബേബി എന്താണെന്നറിയില്ല സെല്ലിൻ്റെ കയ്യിൽ വേഗം പോയിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പോകാത്ത ഒരാൾ. അപ്പോൾ എന്തായാലും നല്ല ഇഷ്ടമായിട്ട് എല്ലാവരും അങ്ങനെ ഇതാക്കണ ഇച്ചും സച്ചും പാടെ ഇതാക്കണ സൺഫ്ലവറിൻ്റെ മുകളിൽ കയറിയാണ്ട് എല്ലാ കാഴ്ചകളും ഇങ്ങനെ കാണാൻ കേട്ടോ. പിന്നെ അവർക്കത് നല്ലൊരു സന്തോഷം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ നല്ല പാടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ കാണാനുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താക്കി നമ്മളങ്ങനെ പോകുന്ന കേട്ടോ. പിന്നെ നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. കാരണം ഞങ്ങളവിടെ നിന്ന് ചോറ് തിന്നിട്ടാണ് വന്നത്. അങ്ങനെ വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണ പോലെ കൂടെ റിച്ചും ഒന്ന് കയറിയിട്ടുണ്ട്. കാരണം അവനക്ക് കാലുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഞാനൊന്ന് മെല്ലെ കയറട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമില്ല എന്നിട്ട് എന്നാൽ കയറിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ അവനും കയറിയുന്നുണ്ട്. പിന്നെയെന്ന് പറയാനാണെങ്കിൽ അനിയന് നല്ലൊരു ഇതാട്ടോ. അങ്ങനെ മക്കളുടെ ഇഷ്ടത്തിന് അങ്ങനെ നിൽക്കുന്ന ഒരാളാട്ടോ. അങ്ങനെ അതുകൊണ്ട് മക്കൾക്കൊന്നും തന്നെ ഭയങ്കര കാര്യം കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞോടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സന്തോഷം കേട്ടോ. എല്ലാവർക്കും എല്ലാത്തിനും കൂടുന്ന ഒരാളാണ് കേട്ടോ. അപ്പം പിന്നെ അവൾ നല്ലൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ചായ അടിക്കണത്. അങ്ങനെ ആ ചായ അടിക്കണ കടയിൽ നമ്മൾ മാപ്പൊക്കെ ഇട്ട് പോയി നോക്കുമ്പോഴാണ് അവിടെ ആ കട തന്നെ പിന്നെ അന്ന് തുറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് ആകെ ഇതായി പോയിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ പനമര എത്തിയപ്പോൾ അവളെ വീട് ഇവിടെ അടുത്തിട്ട കൈതക്കലാണ്. എന്നാൽ അവളെ വീട്ടിലേക്കാണ് പോകാൻ. ഞങ്ങൾ അവിടുന്ന് പിന്നെ ടൗണിൽ നിന്ന് പരിപ്പോടെ വാങ്ങിയിട്ടുണ്ടാക്കി അവളെ വീട്ടിലേക്കാണ് നടന്ന് പോരും കേട്ടോ. അപ്പോൾ നല്ല രസം കേട്ടോ. പിന്നെ ചന്ദ്രനെ ഉദിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് അങ്ങനെ ഇതൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലെത്തിയിട്ട് നമ്മൾ. അപ്പോൾ അവളെ ഉമ്മയും ആങ്ങളെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇതാക്കണ ഞങ്ങളങ്ങനെ വീട്ടിൽ കയറിയിട്ട് ഞാൻ റിച്ചുമോനെ പിടിച്ച് വരുന്നതുകൊണ്ട് പിന്നെ മെല്ലെ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കണ എല്ലാവരും വന്ന് ഇവിടെ അങ്ങനെ കസാലയിൽ ഇരിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ അവിടെ നമ്മൾ പുൽപ്പള്ളി പോയ വിശേഷങ്ങളും പിന്നെ ആദ്യം വേറെ ടൂർ പോകാൻ ഇവിടുത്തെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ഇവിടെ അങ്ങനെ ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ വല്യമ്മ അപ്പുറത്ത് തറവാട്ടിലായിരുന്നു കേട്ടോ. പിന്നെ അവരും വന്നു കേട്ടോ. നമ്മളവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നല്ല സന്തോഷം കേട്ടോ. അവർക്ക് അവളെ ഉമ്മക്ക് തലവേദനയായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന്. കാരണം ഈ പോണ വഴിയിലല്ല അപ്പോൾ ഇല്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞങ്ങളവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അവർക്കൊരു ഇറങ്ങാറ് വേണ്ടല്ലോ വിചാരിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഇതാക്കി ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ കൊണ്ടുവന്ന് പരിപ്പ് വടി പിന്നെ നമുക്ക് മിച്ചറും പിന്നെന്തോ വേറെന്തോ ശർക്കര വരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അതൊക്കെ കൂട്ടി കണ്ടെന്നൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ ഒരു 8 മണി 8:30 ആയപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങി
കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി നമ്മളിവിടെ കമ്പളക്കാട് എത്തിട്ടോ. ഇന്നത്തെ ഒരു യാത്ര പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അവരെ വീട്ടിലേക്ക് വന്ന അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് എല്ലാവരും ടൂറ് പോയി. പിന്നെ നല്ല അടിച്ച് പൊളിച്ചൊരു തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താണ് അവൻ്റെ ട്രീറ്റും കൂടിയാണെന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവന് കാർ എടുത്തതിൻ്റെ ട്രീറ്റ് നമുക്ക് തന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വിളിച്ചൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വരികയെന്ന് എപ്പോഴും പറയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നാണ് ഇപ്പോൾ ആ ഒരു ദിവസം നമുക്ക് വന്നെത്തിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും അവിടെ അകത്ത് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സൊറ പറയാനുമായി. അങ്ങനെ ഇതാക്കണം എല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പ്ലാണ് പിന്നെ ഇച്ചുമോന് പോയിട്ട് അവനക്കൊരു പിന്നെ ഐസ് വേണമെന്ന് പറഞ്ഞ് കണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ അതൊക്കെ ഇങ്ങനെ തിന്നാണ് കേട്ടോ. ഇച്ചുമോൻ എന്താക്കി എസക്ക് ഇങ്ങനെ കോരി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ അതാക്കണ കോരിയൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഞങ്ങളോട് വന്നിട്ട് എന്താക്കണം അകത്ത് ഒഴിഞ്ഞിക്കണ നിങ്ങളിവിടെ വന്നിട്ട് ഇരുന്നോളി എന്നിട്ട് അതിൻ്റെ ആൾ അങ്ങനെ ഇതാക്കണ അവിടെ വന്ന് കണ്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ടോ. അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ അങ്ങനെ ആൾ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഫൈസൽ പറഞ്ഞു അൽഫാമും മന്തി മതി എന്നാണ്. അപ്പോൾ മന്തിൻ്റെ പൈസ കഴിഞ്ഞിരിക്കണം കേട്ടോ. അതുകൊണ്ട് പിന്നെ അൽഫാമുണ്ട്. അങ്ങനെ പിന്നെ പൊറാട്ടയാക്കി. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുമല്ലോ കുബൂസ്, പിന്നെ അതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം. പിന്നെ നമ്മൾ പിന്നെ അൽഫാം നമ്മൾ മുന്നിലെത്തിയിട്ട് അങ്ങനെ ഇതാ ഓരോരോ കൈകൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അൽഫാമിൻ്റെ കൂടെ നല്ല ചൂടുള്ള പൊറാട്ടയും കിട്ടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല എരിവും പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു. കഴിക്കാൻ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം. പിന്നെ എല്ലാവരും തിന്ന് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാനായിട്ട് ഞങ്ങളിനി അപ്പം ഇനി നേരെ വീട്ടിൽ പോയ വിശേഷങ്ങളും അതിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ടാക്കണേ. താങ്ക് യു.